ഹായ് ഓൾ. ഇപ്പം ഞാനിപ്പം ലൈവിൽ വന്നിരിക്കുന്നത് CMA ഇൻ്ററിലെ 2 പേപ്പേഴ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും, സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ 2 പേപ്പറിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ, CMA ഇൻ്റർ പഠിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ ജസ്റ്റ് അറിയണമല്ലോ എന്താണ് സാറേ സബ്ജക്റ്റ്, ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സ് CMAയുടെ ഫുൾ നെയിം എന്താ? കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അങ്ങനെ നമ്മളൊരു CMA കാരനാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, അഭിമാനത്തോടെ പറയാം നമുക്ക് പാസ്സായിട്ട്. അപ്പം അവിടെ മസ്റ്റായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് കോസ്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾ കോസ്റ്റിംഗ് പഠിക്കാൻ പോവാണ്. ഇത് പുതിയൊരു ടോപ്പിക് അല്ല, ആദ്യമേ മനസ്സിലാക്കാം. ഈ സബ്ജക്റ്റ് കുറേ പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, CMA ഭയങ്കര ടഫാണ്, കുറേ പ്രോബ്ലം ഉണ്ട്, ഒത്തിരി മാത്തമാറ്റിക്സ് ഉണ്ട്. അങ്ങനെയല്ല, അത് നിങ്ങളുടെ സബ്ജക്റ്റിനെ പറ്റി അറിയുന്ന അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ബേസിൽ ഇക്വേഷൻസ് ഫോർമുലാസ് ബൈഹായിട്ട് പഠിക്കാതെ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്, എന്തും ഇതൊരു പ്രൊഡക്റ്റാണല്ലോ, ഇതൊക്കെ പ്രൊഡക്റ്റാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് കോസ്റ്റ്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ കോസ്റ്റിംഗ്, അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ സബ്ജക്റ്റിൽ നമ്മൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, എന്താണ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിലെ കിട്ടണമെങ്കിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം? സാറേ ഇതിൻ്റെ കോസ്റ്റ് എത്ര, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് കോസ്റ്റ്? ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ് ഇത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എത്രമാത്രം പൈസ അല്ലെങ്കിൽ എത്രമാത്രം എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തു, അതാണ് കോസ്റ്റ്. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ സാറേ പ്രൊഡക്റ്റിന് മാത്രമേ കോസ്റ്റ് ഉള്ളൂ, അല്ല. ഓർ റെൻഡറിങ് എ സർവീസ് എന്ന് വെച്ചാൽ എന്താ? ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. ഇപ്പോൾ സാറേ സർവീസിന് എങ്ങനെയാണ് കോസ്റ്റ് വരിക? മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നിങ്ങളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു, എറണാകുളം മുതൽ തൃശ്ശൂർ വരെ പോവാണ്. ബസ്സിൻ്റെ ഓണർ അപ്പം നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്തു, പുള്ളിക്ക് കോസ്റ്റ് ഉണ്ട്. ബസ് എറണാകുളം മുതൽ തൃശ്ശൂർ വരെ പോകണമെങ്കിൽ ബസ്സിൽ പെട്രോൾ അടിക്കണം, കണ്ടക്ടർക്ക് പൈസ കൊടുക്കണം, ഡ്രൈവർക്ക് പൈസ കൊടുക്കണം, റിപ്പയർ, മെയിൻ്റനൻസ്. ബസ്സിൻ്റെ ഓഫീസിലെ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ബസ്സിൻ്റെ മാനേജേഴ്സ് ഉണ്ടാവും, വലിയ ടീമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്? എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ എക്സ്പെൻസിന് പറഞ്ഞിട്ടാണ് കോസ്റ്റ്. ഓക്കെ, ബേസിക് അത്രേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്തൊക്കെ? ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ വൈറ്റ് മെറ്റീരിയൽ മേടിക്കണം, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിനെ അവിടെ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടി വരും. ഇത് കൂടാതെ ഈ പ്രൊഡക്റ്റിൻ്റെ മാനേജേഴ്സ് ഉണ്ടാവും, ഈ കമ്പനിയുടെ മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടോ അതൊക്കെ നമ്മളിവിടെ അക്കൗണ്ട് ചെയ്യും, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടൻസി. അപ്പോൾ അതേപോലെ കോസ്റ്റിങ്ങിന് നമ്മൾ അക്കൗണ്ടൻസിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ടുവരണം. കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. സോ കോസ്റ്റ് കിട്ടണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ എടുക്കണം, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേജസ് എടുക്കണം, അതർ എക്സ്പെൻസസ് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് കോസ്റ്റിലെ അംഗങ്ങൾ, കോസ്റ്റ് എലമെൻറ്റ്സ് ആരൊക്കെ? മെറ്റീരിയൽ, വേജസ്, ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ എക്സ്പെൻസ്. ഓവർ ഹെഡ്സ് സാറേ പുതിയൊരു ടേമാണല്ലോ, പഠിക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പഠിക്കാം. ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 50 രൂപ കോസ്റ്റ് വന്നു. ഓക്കെ,
50 രൂപ കോസ്റ്റ് വന്നു. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 50 രൂപ കോസ്റ്റ് വന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചില കമ്പനിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബൈ 1 ഗെറ്റ് 1 ഫ്രീ, കണ്ടിട്ടില്ലേ? അപ്പം എന്താ അതിൻ്റെ ബേസിക്, അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് കമ്പനി ബൈ 1 ഗെറ്റ് 1 ഫ്രീ കൊടുക്കുന്നത്? സാറേ നഷ്ടമല്ലേ? ബൈ 1 ഗെറ്റ് 1 കൊടുത്താൽ നഷ്ടമല്ലേ? ഞാൻ എക്സാമ്പിൾ പറയാം, ജസ്റ്റ് മനസ്സിലാക്കും. ഒരു പ്രൊഡക്റ്റ്, ഇതൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്ര? 50 രൂപ. ഈ പ്രോഡക്റ്റ് ഇപ്പം ഒരെണ്ണം വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ്, ഒരെണ്ണം ഇപ്പോൾ വിൽക്കുന്നത് സപ്പോസ് ₹120 ആണ്. 120 രൂപക്കാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ആകെ കോസ്റ്റ് 50 രൂപയുള്ളൂ. 120 റുപ്പീസിന് വിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം വിൽക്കുമ്പോൾ പ്രോഫിറ്റ് എത്ര? 120 മൈനസ് 50 എത്ര? 70 രൂപയാണ് ഒരെണ്ണം വിൽക്കുമ്പോൾ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ 50 രൂപ മുടക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 120 റുപ്പീസിന് സെയിൽ ചെയ്തു, പ്രോഫിറ്റ് എത്ര? 70 രൂപ. ഓക്കെ. ഇയർ എൻഡ് വന്നപ്പോൾ ഈ പ്രൊഡക്റ്റ് എക്സ്പയർ ആവേണ്ട ടൈം എത്തി, ഡേറ്റ് തീരാറായി. പ്രൊഡക്റ്റ് നമ്മൾ എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്? 50 രൂപ. ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതേപോലെയുള്ള 2 പ്രൊഡക്റ്റ് ബാക്കിയായി എന്ന് വിചാരിക്കും. 2 എണ്ണം ബാക്കി വന്നു. ഒരെണ്ണത്തിന് 50 രൂപ, ഒരെണ്ണത്തിന് 50 രൂപ. ഓക്കെ. ഇപ്പം ഞാൻ ഓഫർ വെക്കാണ്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. സാറേ നഷ്ടമല്ലേ? ബൈ 1 ഗെറ്റ് 1 ഫ്രീ വെച്ചാൽ നഷ്ടമല്ല? നഷ്ടമാണോ? എക്സ്പയർ ആയിക്കാനെ വിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ വെക്കുകയാണെങ്കിൽ ബൈ 1 സെല്ലിംഗ് പ്രൈസ് എത്ര? 120 റുപ്പീസ് അല്ലേ? ആണല്ലോ. സോ ഒരെണ്ണം മേടിക്കുന്നവന് ഒരെണ്ണം ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാണോ? ഈ കേസിൽ നഷ്ടം വരുമോ? ഒരെണ്ണം മേടിക്കുമ്പോൾ എത്ര? 120 റുപ്പീസ് കൊടുത്തു അവൻ മേടിക്കും. സോ കമ്പനിക്ക് ആകെ കിട്ടുന്ന പൈസ എത്ര? 120 റുപ്പീസ് കിട്ടും. ബട്ട് ഇത് മേടിച്ച് പോകുമ്പം അവൻ ഇതും കൊടുക്കണം അതിൻ്റെ കൂടെ. ബൈ 1 ഗെറ്റ് 1 ഫ്രീയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് കിട്ടിയ പൈസ എത്ര? 120 റുപ്പീസ്. കമ്പനി സ്പെൻഡ് ചെയ്ത പൈസ എത്ര? എത്ര പൈസ സാധനം വിറ്റത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് എത്ര? 100 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്ര? 20 രൂപ. ഓക്കെ, ഹാപ്പിയാണ്. ലോസ് ഇല്ലല്ലോ. എക്സ്പയർ ആവാൻ പോകുന്ന സാധനം നമ്മൾ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് കിട്ടി, തിരിച്ച് കിട്ടി, കൂടാതെ അറ്റ്ലീസ്റ്റ് 20 രൂപ പ്രോഫിറ്റും കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ 70 രൂപ പ്രോഫിറ്റ് ഇല്ലേ, ഇപ്പോൾ 50 രൂപ നഷ്ടമില്ല? അങ്ങനെയാണോ? ചില സ്ഥലത്ത് ഡിസിഷൻ മേക്കിങ്ങാണ്. ഈ ഒരു സംഭവം നമ്മൾ ബൈ 1 ഗെറ്റ് 1 കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പനിക്ക് 50 രൂപ 100 രൂപ തിരിച്ച് കിട്ടുമോ? ഇല്ല. ഇപ്പോൾ ബൈ 1 ഗെറ്റ് 1 ഓഫർ കൊടുത്തതുകൊണ്ട് 120 റുപ്പീസ് തിരിച്ച് കിട്ടി. മീൻസ് സ്പെൻഡ് ചെയ്ത 100 റുപ്പീസ് തിരിച്ച് കിട്ടി, 20 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ. ഈ ഒരു ബേസിലാണ് പല കമ്പനീസിലും ബൈ 1 ഗെറ്റ് 1, ബൈ 2 ഗെറ്റ് 1, ബൈ 1 ഗെറ്റ് 2 ഇങ്ങനെയൊക്കെ ഓഫർ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ സബ്ജക്റ്റിൽ വരുന്ന കേസാണ്. ഇപ്പം നിങ്ങളൊരു കമ്പനിയുടെ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ മാനേജർ, MDക്കൊന്നും കമ്പ്യൂട്ടേഷനൊക്കെ അറിയാൻ പറ്റണമെന്നില്ല. കമ്പനിയുടെ വലിയ വലിയ ഓണേഴ്സും ചെയർമാനൊക്കെ എല്ലാവരും ഈ 100% കോസ്റ്റിങ്ങും അക്കൗണ്ടൻസും പഠിച്ചു വന്ന ആൾക്കാരായിരിക്കില്ല. ക്യാഷ് ഉണ്ടാവും നല്ല രീതിയിൽ. അപ്പോൾ അവരൊക്കെ ഡിസിഷൻ മേക്കിങ് നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ പറയണം, സാറേ എന്തായാലും എക്സ്പയർ ആവാൻ പോവാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് മേടിക്കുന്ന ആൾക്ക് ഒന്ന് ഫ്രീ കൊടുത്തോ, നഷ്ടം വരില്ലല്ലോ. സ്പെൻഡ് ചെയ്ത പൈസയും കിട്ടി, എക്സ്ട്രാ 20 രൂപയും കിട്ടി. ഇതൊക്കെ ഈ സബ്ജക്റ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഏരിയാസാണ്. ഇപ്പോൾ കോസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാണണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. അത് ഏത് കാറ്റഗറിയിൽ വരും ക്ലാസിഫൈ ചെയ്യണം, പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഈ 50 രൂപയല്ലേ ഞാൻ പറഞ്ഞ കോസ്റ്റ്, അതിന് മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും 30 രൂപ, വേജസ് കൊടുത്തിട്ടുണ്ടാവും, എംപ്ലോയീസിന് 10 രൂപ കൂലി കൊടുത്തിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 40 രൂപയായി. പിന്നെ അതർ എക്സ്പെൻസ്, ആ ബിൽഡിങ്ങിന് റെൻറ്റ്, അതർ ഓവർ ഹെഡ്സ് മീൻസ് ഇലക്ട്രിസിറ്റി ബില്ല്, പവർ ചാർജ്, ഇതൊക്കെ അങ്ങനെ അതർ എക്സ്പെൻസ് ഇതൊക്കെ ആഡ് ചെയ്യണം. ഇതൊക്കെ ആഡ് ചെയ്ത് ഏകദേശം ഒരു 10 രൂപ. സോ ഇതൊക്കെ ആഡ് ചെയ്താണ് കോസ്റ്റ് കിട്ടിയ എത്ര? 50 രൂപ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്സ് ഉണ്ടല്ലോ, ആ ടെക്നിക്സ് എന്ന് പറയുന്ന പേരാണെന്ത്? കോസ്റ്റിംഗ്. ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ സർവീസിൻ്റെയും കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് കമ്പനി ഡിസൈഡ് ചെയ്യുന്നത്, എത്ര പൈസയ്ക്ക് വിൽക്കണം, കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഓർഡറിലായിരിക്കും പഠിക്കുക.
ഫസ്റ്റ് കോസ്റ്റിലെ അംഗങ്ങൾ ആരൊക്കെ, കോസ്റ്റിലെ എലമെന്റ്സ് ആരൊക്കെ, മെറ്റീരിയൽ, വേജസ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണ്ടി വരും, ഇത് ഉണ്ടാക്കുന്ന ആൾക്ക് കൂലി കൊടുക്കേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും. പിന്നെ അതർ എക്സ്പെൻസസ്, ഇപ്പോൾ മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസസ്, പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോസ്റ്റിൻ്റെ ഷീറ്റ് ഉണ്ടാക്കും, കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വന്നിട്ട് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ഒരു കാരണവശാലും കോസ്റ്റിങ്ങിൻ്റെ ബേസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് ലീവ് ആവാൻ പാടില്ല. കാരണം കോസ്റ്റിങ്ങിൻ്റെ ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ആരൊക്കെയാണ് കോസ്റ്റിലെ എലമെൻറ്റ്സ്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഓവറോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പതിയെ വന്നിട്ട് ഓരോ ചാപ്റ്റേഴ്സും ബേസിക് ആയിട്ട് മെല്ലെ ബിൽഡ് ചെയ്ത് വരും. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ പറയും നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, ഓക്കെ, എഗ്രീഡ്. ഡിഗ്രിക്ക് പഠിച്ചതുപോലെ ജസ്റ്റ് നോക്കിയിട്ട് വന്നാൽ പോരാ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുകളിൽ ഇനി വേറൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഇല്ല. CMA കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളാണ് സൊസൈറ്റിയിലെ കോസ്റ്റ് അക്കൗണ്ടൻ്റ്. ഏതൊരു കമ്പനി, നിങ്ങൾക്ക് മുകളിൽ വേറൊരാളില്ല. നമ്മൾ ഡിഗ്രി ലെവലിൽ പോലെ ക്ലാസ്സിലിരിക്കരുത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിന് എങ്ങനെയും പാസ്സാവണം, ആ രീതിയിലാണ് പഠിച്ചത്. ഇത് എക്സാം പാസ്സായാൽ മാത്രം പോരാ, ഒരു കമ്പനിയിലെ കോസ്റ്റ് അക്കൗണ്ടൻ്റ് നിങ്ങളാണ്. നിങ്ങൾ ഡിസിഷൻ എടുക്കണം, വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണം, ചുമ്മാ ഇക്വേഷൻ ബൈഹായിട്ട് പഠിക്കരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഒരു കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ കറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഓരോ സെക്ടറിലേക്ക് അങ്ങ് ഇറങ്ങും. ഓക്കെ, എക്സാമ്പിൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കോസ്റ്റ് എത്ര, കൺസ്ട്രക്ഷൻ വർക്ക്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഒരു പെർട്ടിക്കുലർ ഓർഡർ എടുക്കുകയാണ്, ജോബ് വർക്ക് എടുക്കുകയാണ്, ജോബ് കോസ്റ്റിംഗ്. ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ടാബ്ലറ്റ് ഒക്കെ ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് കാണാൻ പറ്റും, മെഡിസിൻ ഒക്കെ ടാബ്ലറ്റ് ഒക്കെ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഡയറി മിൽക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചോക്ലേറ്റ് ഒക്കെ ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര, സോ പെർ യൂണിറ്റ് പെർ ബാച്ച് കോസ്റ്റ് എത്ര, ബാച്ച് കോസ്റ്റിംഗ്. ഇനി അറ്റ് എ ടൈം കമ്പനി മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ. ഇപ്പോൾ വുഡ് ഉപയോഗിച്ചിട്ട്, മരം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയർ ഉണ്ടാക്കുന്നു, ടേബിൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ചെയറും ടേബിളും ആ ഫർണിച്ചേഴ്സൊക്കെ അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റാണ്, ജോയിൻറ്റ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് വരികയാണ്. ബട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഷുഗർ കെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നില്ലേ, ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ കെയിൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ബൈ പ്രോഡക്റ്റ്, അതിന് വേസ്റ്റ് ഉണ്ട്, മൊളാസിസ് എന്ന് പറയും. ബൈ പ്രോഡക്റ്റ്, ജോയിൻറ്റ് പ്രോഡക്റ്റ് നമുക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടെൻഷൻ അടിക്കേണ്ട സബ്ജക്റ്റ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ബട്ട് ഈ സബ്ജക്റ്റ് നിങ്ങളെ സീനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ ഈ സബ്ജക്റ്റ് പഠിച്ച സ്റ്റുഡൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ വളരെ ഈസിയുള്ള ഒരു ടോപ്പിക്കാണ്. ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം പിന്നെ നിങ്ങൾക്ക് ടച്ച് കിട്ടില്ല. തീർച്ചയായിട്ടും ഫസ്റ്റ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രോബ്ലം പോലും ബോർഡ് ചെയ്യത്തില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ ആൻസർ ചെയ്യില്ല. അതിന് പകരം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അത് ചെയ്യാനുള്ള ടിപ്സ്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം, അതായിരിക്കും നമ്മൾ രണ്ട് സബ്ജക്റ്റിലും എടുക്കുന്നത്. കോസ്റ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും. സാറേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പുതിയ സബ്ജക്റ്റാണ്, അല്ല, കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിനൊരു ആപ്ലിക്കേഷൻ ലെവലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഡിസിഷൻ മേക്കിംഗ് ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ സർവീസ് കോസ്റ്റിംഗ്, ഇതൊക്കെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന സർവീസ് കോസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസഞ്ചർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഓരോ കിലോമീറ്ററിനും എത്ര വെച്ച് ടിക്കറ്റ് റേറ്റ്. ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് എറണാകുളം വരെ പോവുകയാണെങ്കിൽ എത്രയാണ് ടാക്സി ചാർജ്, ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് റേറ്റ് എത്ര, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് സർവീസ് സെക്ടർ കോസ്റ്റിംഗ് വരുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോവാണ്.
ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആദ്യം ആ ഒരു ഇത് സ്റ്റോൺസ് അത് കൊണ്ടുവരണം. അത് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നേരെ പൊടിച്ചിട്ടാണ് നമ്മൾ സിമെൻറ്റിലേക്ക് വരുന്നത്. ഒരുപാട് പ്രോസസ്സിലോട്ട് വന്നിട്ടാണ് സിമെൻറ്റ് മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ പ്രോസസ്സിന് എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട് കറക്റ്റ് റെക്കോർഡ് ചെയ്യണം. പ്രോസസ് കോസ്റ്റിംഗ്, ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഏരിയ, ലാസ്റ്റ് ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്. എന്തൊക്കെ കോസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ? അതാണ് ബജറ്റ്. ഇന്ത്യ ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിച്ചു, കേട്ടില്ലേ? കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റ് നാളെ. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനി, ഒരു കമ്പനിയുടെ ബജറ്റ് എന്തായിരിക്കും? എന്തൊക്കെ ബജറ്റ് പ്രിപ്പയർ ചെയ്യണം? വരാൻ പോകുന്ന സെയിൽസ് എത്ര? വരാൻ പോകുന്ന പീരീഡിൽ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് വേണ്ടി വരും? എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? എത്ര എണ്ണം വിൽക്കണം? ഓക്കെ, എത്ര പൈസക്ക് മെറ്റീരിയൽ മേടിക്കണം? ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യും. അത് ആ ചാപ്റ്റർ പഠിക്കും. പിന്നെ വന്നിട്ട് ഈ ബഡ്ജറ്റ് ചെയ്ത കാര്യം വെച്ചിട്ട് ആക്ച്വൽ കമ്പയർ ചെയ്യും. നമ്മൾ പറയാണ് 10 ലക്ഷം രൂപയ്ക്ക് ഈ വർഷം സെയിൽസ് നടത്തണം, എൻ്റെ സെയിൽസ് 10 ലക്ഷം രൂപ. പക്ഷെ ഇതായിരുന്നു എൻ്റെ പ്ലാൻഡ്. പക്ഷെ 8 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടുള്ളൂ. ആക്ച്വൽ ഇത് ഞാൻ ബഡ്ജറ്റ് ചെയ്തു, ഇത് ആക്ച്വലാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് 2 ലക്ഷം രൂപ കുറഞ്ഞു പോയി? എവിടെയാണ് ഡിഫറൻസ്? എവിടെയാണ് വേരിയേഷൻ? അപ്പോൾ ആ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കും. 2 ലക്ഷം രൂപ വേരിയൻസ് വരാനുള്ള റീസൺസ് എന്തൊക്കെ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ്. അപ്പോൾ അതാണ് വേറൊരു ഏരിയ. പിന്നെ നമ്മൾ മാർജിനൽ കോസ്റ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിൽ ഡിസിഷൻ മേക്കിംഗ് ആണ് മാർജിനൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ്, സാറേ വേരിയബിൾ കോസ്റ്റ് എന്താ സംഭവം? പറയാം, ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിലേക്ക് വരാം. ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ഒന്നും കേൾക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് എന്താണ് ഈ സബ്ജക്റ്റ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ. ഈ സബ്ജക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനും ഒരു പ്രൊഡക്റ്റ് എത്ര പൈസക്ക് വിൽക്കണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ബട്ട് പ്രൊഡക്റ്റ് എന്താ? ഒരു മൗസാണ്. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു മൗസാണ്. മൗസ് പുതിയതായിട്ട് വരുന്നല്ലോ, മൊണോപ്പൊളിയാണോ? അല്ല, ഇത് മൊണോപ്പൊളി മാർക്കറ്റ് അല്ല. മൗസ് ഒരുപാട് കമ്പനീസ് ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നിങ്ങൾ നോക്കി, മൗസിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു 150 റുപ്പീസ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 50 രൂപ പ്രോഫിറ്റ് ആവശ്യമുണ്ട്. 50 രൂപ പ്രോഫിറ്റ് ആവശ്യമുണ്ട്. സോ 50 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തു, കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് 50 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തു. എത്ര പൈസക്ക് വിൽക്കാം? 200 രൂപയ്ക്ക് വിൽക്കാം. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 200 രൂപ. ഇങ്ങനെ നിങ്ങൾ നോക്കിയ സമയത്ത് നിങ്ങൾ ചുമ്മാ മാർക്കറ്റിൽ പോയി നോക്കി, കോമ്പറ്റീറ്ററുടെ പ്രൈസ് നോക്കിയപ്പോൾ അവിടെ സെയിം ടൈപ്പ് പ്രൊഡക്റ്റ്, സെയിം ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റിയും ആ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റിനുണ്ട്. ബട്ട് അവിടെ പുള്ളി വിൽക്കുന്നത് 180 റുപ്പീസിനാണ്. 180 രൂപക്കാണ് പുള്ളി ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. സെയിം ക്വാളിറ്റി, സെയിം സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം ആണ്. തീർച്ചയായിട്ടും കസ്റ്റമർ എവിടെ പോയിട്ട് സാധനം മേടിക്കും? ഇയാളെടുത്ത് മേടിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു കാരണവശാലും 200 രൂപയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റാൻ ചാൻസ് വളരെ കുറവാണ്. സെയിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വേറെ ഓപ്ഷൻ എന്താ? ഇത് മൊണോപ്പൊളി മാർക്കറ്റ് ആണെങ്കിൽ ഓക്കെ. മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മൾ മാത്രമാണ് മാർക്കറ്റിലുള്ളൂ, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ട അത്ര ആഡ് ചെയ്ത് വിൽക്കാമായിരുന്നു. ബട്ട് ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്, ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 50 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, 50 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെന്താ ഓപ്ഷനുള്ളത്? അതാണ് അടുത്ത ലെവൽ. സാറേ എനിക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടണം, അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് ഒരു കാരണവശാലും 200 രൂപയ്ക്ക് വിറ്റിട്ട് കാര്യമില്ല. 180 റുപ്പീസ് കൂടിയിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് മേടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടണം, 180 - 50 ഈ കോസ്റ്റ്
എത്ര കിട്ടണം? 130 രൂപയായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്. ഇപ്പം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മൗസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം കോസ്റ്റ് 130 രൂപയിൽ ഒതുക്കാൻ പറ്റണം. ഇതിന് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. ടാർഗറ്റ് കോസ്റ്റിംഗ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കോസ്റ്റ് എത്ര? 130 ആണ്. അപ്പോൾ 130 രൂപക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രോഫിറ്റ് എത്ര? കോസ്റ്റ് 130 രൂപ. നിങ്ങൾ പറയുന്ന പ്രോഫിറ്റ് എത്ര? നിങ്ങൾക്ക് 50 രൂപയല്ലേ പ്രോഫിറ്റ് വേണ്ടേ? 50 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. സോ എത്ര പൈസയ്ക്ക് വിൽക്കാം? 180 റുപ്പീസിന് വിൽക്കാം. ഹാപ്പിയാണ്. കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 180 റുപ്പീസിന് വിൽക്കാം. എത്ര പൈസ പ്രോഫിറ്റ് കിട്ടും? 50 രൂപ പ്രോഫിറ്റ് കിട്ടും. എത്ര പൈസ കോസ്റ്റ്? 130 രൂപ കോസ്റ്റ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത് കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യണം, കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, കോസ്റ്റ് റിഡക്ഷൻ ആണ്, ടാർഗറ്റ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കേസസ് ഉണ്ട്. നമ്മൾ നിങ്ങൾക്ക് വളരെ ബേസ് സെറ്റാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ലെവലിലൊക്കെ വരുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയാം. ഒരിക്കലും ഓടിച്ചാടി ഇങ്ങോട്ട് വരില്ല. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിൽ എവിടെയും പ്രാക്ടിക്കൽ കേസിൽ എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. ആ ഒരു പേര് വരാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. സപ്പോസ് എന്താണ് സാറേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് അറിയുന്നത്? നിങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒരുപാട് കേട്ടിട്ടുണ്ട്. +1 +2 നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഏതൊരു കമ്പനിയുടെയും ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കൊക്കെ കിട്ടും. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. ലിസ്റ്റഡ് കമ്പനിയൊക്കെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് 100 റുപ്പീസാണ്. ഓക്കെ, നിങ്ങൾ കോസ്റ്റിംഗ് ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ച സംഭവമില്ലേ? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ച കോസ്റ്റിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു. നേരെ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു, പെർഫെക്റ്റ്. നേരെ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗാ, മാർജിനൽ കോസ്റ്റിംഗ് പറയാം. ഇപ്പോൾ 100 രൂപയാണ് കോസ്റ്റ്. എന്ത് ചെയ്തു? ഈ കോസ്റ്റ് നമ്മൾ ആർക്ക് റിപ്പോർട്ട് ചെയ്തു? നമ്മുടെ കമ്പനിയിലെ മാനേജേഴ്സിന് റിപ്പോർട്ട് കൊടുത്തു. ടോപ്പ് മാനേജ്മെൻറ്റിന് നമ്മൾ കൊടുക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് എത്ര? 100 റുപ്പീസാണ്. ഇനി ആരെ കയ്യിലാണ് തീരുമാനങ്ങളുള്ളത്? ഇനി ഡിസിഷൻ മേക്കേഴ്സ് ആരാ? മാനേജേഴ്സാണ്. ഇപ്പോൾ അയാൾ പറയാണ് ഓക്കെ 100 രൂപയാണല്ലേ കോസ്റ്റ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 20 രൂപ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആഡ് ചെയ്യാം. കോസ്റ്റ് കിട്ടി, 20 രൂപ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്ര പൈസയ്ക്ക് വിൽക്കാം? 120 രൂപയ്ക്ക് വിൽക്കാം. ഒരു കേസ്. 100 രൂപയാണ് കോസ്റ്റ്, എനിക്ക് 50 രൂപ പ്രോഫിറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 150 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. ഡിസിഷൻ എടുക്കാണ്. അപ്പം ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ടിലെ എൻ്റെ റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് നമ്മൾ ആർക്ക് കൊടുക്കും? ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കും. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ പ്രോഡക്റ്റ് എത്ര പൈസയ്ക്ക് വിൽക്കണം, അല്ലെങ്കിൽ 100 രൂപ കോസ്റ്റ് വരുന്നുണ്ട്, അയ്യോ എന്നാൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട, അത്രയും കോസ്റ്റ് വന്നിട്ട് കാര്യമില്ല. നമ്മളെ കോമ്പറ്റീറ്റർ അതേ സെയിം പ്രോഡക്റ്റ് വിൽക്കുന്നത് 90 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഡിസിഷൻ മേക്കിങ്ങാണ്. ആ പ്രോഡക്റ്റ് മാറ്റി പകരം വേറെ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അപ്പം മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? പ്രോപ്പറായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിച്ചിട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ നേരെ റിപ്പോർട്ട് ആയിരിക്കാം മാനേജേഴ്സിനെ, മാനേജ്മെൻറ്റിൻ്റെ, കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഔട്ട്സൈഡേഴ്സിന് ഒരിക്കലും കൊടുക്കില്ല. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലായിട്ടൊരു സംഭവമാണ്, കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കാണണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ബട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് ഒരിക്കലും കിട്ടില്ല. അത് അവിടെയുള്ള ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് മാത്രമേ അറിയുള്ളൂ. ഇൻറ്റേർണൽ റിപ്പോർട്ടാണ്. ഇപ്പം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കോസ്റ്റൊക്കെ അക്കൗണ്ട് ചെയ്തു, കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു. മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാണ് ഇൻറ്റേർണൽ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പേര് വന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, കോസ്റ്റ് ഡാറ്റ വെച്ചിട്ടായിരിക്കും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക? ഡിസിഷൻ മേക്ക് ചെയ്യുക. ഇപ്പം ഞാനൊരു കാര്യം പറയാണ്,
ഇപ്പം ഞാനിപ്പോൾ ഒരു ടി വി മാനുഫാക്ചർ ചെയ്യാണ്, ജസ്റ്റ് ഒരു ടി വി മാനുഫാക്ചർ നടത്തണം. ഈ ടി വിൻ്റെ ഉള്ളിൽ ഇതാ ചെറിയൊരു ചിപ്പ് വെക്കുന്നുണ്ട്. ബാക്കി ടി വിയുടെ ബാക്കി എല്ലാ പാർട്സും ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻ്റെ കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടി വിയുടെ പിക്ചർ ട്യൂബും മദർ ബോർഡും ഒക്കെ ബാക്കിയൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ചെറിയൊരു പാർട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഔട്ട്സൈഡർ അടുത്ത് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതിയോ? 2 ഡിസിഷൻ മേക്കിംഗ് കേട്ടോ. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഞാനൊരു ടി വി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ടി വിൻ്റെ ഉള്ളിലുള്ള കോമ്പോണൻസ് എല്ലാ സംഭവവും ഞാൻ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബട്ട് ചെറിയൊരു ചിപ്പ് അത് ഞാൻ ഔട്ട്സൈഡ് സപ്ലൈ അടുത്ത് മേടിക്കണോ, അല്ലെങ്കിൽ ഇതും കൂടെ ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്താൽ മതിയോ? അപ്പോൾ എന്ത് ചെയ്യും? സമയമുണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും? അപ്പം ഞാൻ നോക്കുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ചിപ്പ് ഞാൻ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 രൂപ കോസ്റ്റ് കിട്ടി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് വെച്ചിട്ട് നമ്മളിവിടെ പഠിക്കും. 5 രൂപയാണ് കോസ്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടി വിക്ക് ഉള്ളിൽ വെക്കുന്ന കോമ്പോണൻറ്റ് ഉണ്ടാക്കുമ്പോൾ 5 രൂപയാണ് കോസ്റ്റ്. ഓക്കെ അല്ലേ? സെയിം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സെയിം സാധനം ഈ ഒരു ഔട്ട്സൈഡർ നമുക്ക് തരാമെന്ന് പറഞ്ഞു. വെറും 4 രൂപ കൊടുത്താൽ മതി. വെറും 4 രൂപ കൊടുത്താൽ മതി. ബട്ട് നമ്മളത് മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു 50 പൈസയും കൂടി സ്പെൻഡ് ചെയ്യണം. 50 പൈസയും കൂടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ നമ്മളെ ഷിപ്പിംഗ് അല്ലെങ്കിൽ ഡെലിവറി എക്സ്പെൻസ് വരില്ലായിരുന്നു, ഡെലിവറി ചാർജ് വരില്ല. അപ്പം നിങ്ങളെ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്, നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സപ്ലൈയിൽ നിന്ന് മേടിക്കണോ? നിങ്ങളാണ് എന്ത് ചെയ്യും? ഈ ടി വിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സപ്ലൈയിൽ നിന്ന് മേടിക്കുമോ? എന്ത് ചെയ്യും? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 5 രൂപ കോസ്റ്റ് വരും. ഔട്ട്സൈഡ് സപ്ലൈയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 4 രൂപ പ്ലസ് 50, 4.5 രൂപ വരുള്ളൂ, 4 രൂപ വരുള്ളൂ. സോ നമ്മൾ പറയാണ് ഓക്കെ, ഔട്ട്സൈഡ് സപ്ലൈയിൽ നിന്ന് മേടിച്ചു 4.5 ആണ് തരിക, 50 പൈസ ലാഭിക്കും. സോ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്താ? 50 പൈസ ലാഭം കിട്ടുന്നുണ്ട്, ഔട്ട്സൈഡ് സപ്ലൈയിൽ നിന്ന് മേടിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇതൊരു ഡിസിഷൻ മേക്കിംഗ്. ബട്ട് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഐഡിൽ കപ്പാസിറ്റി ഇതൊക്കെ നമുക്ക് നോക്കണം. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ അറ്റ് എ ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ 50 പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് സപ്ലൈ എടുത്ത് സാധനം മേടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് പല ബേസിലും. നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. എനിക്ക് പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, പ്രൊഡക്റ്റ് സി, എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ബട്ട് കയ്യിൽ 10 ലക്ഷം രൂപയേ ഉള്ളൂ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. ലിമിറ്റിംഗ് ഫാക്ടർ പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വേറൊരു ഓപ്ഷൻ, എൻ്റെ കയ്യിൽ മെഷീനറി ഉണ്ട്. മെഷീനറി ഒരു വർഷം ആകെ 1000 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, 1000 ഹവേഴ്സേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് എ പ്രൊഡ്യൂസ് ചെയ്യണം, ബി പ്രൊഡ്യൂസ് ചെയ്യണം, സി പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേങ്കിൽ ആകെ കൂടെ 1000 മണിക്കൂറേ കമ്പനിയുടെ മെഷീൻ വർക്ക് ചെയ്യുള്ളൂ ഒരു വർഷം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതൊക്കെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും? അങ്ങനെ എത്ര എണ്ണം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യും? ഓക്കെ, എ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യും, സി എത്ര പ്രൊഡ്യൂസ് ചെയ്യും? കാരണം എത്ര മണിക്കൂറാണ് കയ്യിലുള്ള? 1000 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോഫിറ്റ് ഏത് പ്രൊഡക്റ്റാണോ തരുന്നത്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന പ്രൊഡക്റ്റ് ഏതാണോ, ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന പ്രൊഡക്റ്റ് ഏതാണോ, അതായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. കറക്റ്റ് അല്ലേ? സോ സപ്പോസ് ബി ആണ് കൂടുതൽ പ്രൊഡക്റ്റ് തരുന്നതെങ്കിൽ ചുരുങ്ങിയ ഹവേഴ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ കൂടുതലും ബി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഹവർ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് ഏതാണോ കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ആ ഓർഡറിൽ പോകും. ലിമിറ്റഡ് ഹവേഴ്സാണ്. ലിമിറ്റിംഗ് ഫാക്ടർ എന്താ? ഇവിടുത്തെ ഹവേഴ്സാണ്. ഇതൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കണം. സോ വൺസ് നിങ്ങൾ കോസ്റ്റിംഗ് പക്ക മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു വിഷയമേ അല്ല. ഞാൻ എടുത്തില്ലേ പോലും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ചെറിയൊരു ഭാഗം, 1-2 ഭാഗം സി പാർട്ട്, ഡി പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസിഷൻ തിയറിയും ആ പ്രോബബിലിറ്റി കേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്.
ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റ്. ആദ്യമേ തന്നെ പറയാം, CMA ചൂസ് ചെയ്യുമ്പം നിങ്ങളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും മാത്തമാറ്റിക്സ് ആണ്. അങ്ങനെ ഒന്നുമില്ല. CMA എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അല്ല. അത് ആദ്യമേ മനസ്സിലാക്കുക. സൈൻ തീറ്റ, കോസ് തീറ്റ, ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രേഷൻ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പക്ക പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്ന സംഭവം. പക്ക നിങ്ങൾ ആ സംഭവം ഡിസിഷൻ മേക്കിംഗ് ആണ്. എത്രമാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്, എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, എത്രമാത്രം ഇൻകം നമുക്ക് വേണം, എത്ര പ്രോഫിറ്റ് ആവശ്യമുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലെ റിസോഴ്സസ്, ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, ഏതിനൊക്കെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം നിങ്ങൾ CMA പാസ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി. പുതിയ ഹോസ്പിറ്റലാണ്, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ ഓണർ നിങ്ങളോട് പറയാണ്, എടാ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എത്ര പൈസ വെച്ച് മേടിക്കണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് എസ്റ്റിമേഷൻ നടത്തേണ്ടി വരും. എത്ര വെച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റലിലെ ബില്ല് മേടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹോട്ടലിൽ CMA കാരനായിട്ട് കയറി. ഇപ്പോൾ താജ് ഹോട്ടൽ, ഗേറ്റ് വേ ഹോട്ടൽ, CMA പാസ്സായിട്ട് ഗേറ്റ് വേ ഹോട്ടലിൽ കയറി. അല്ലെങ്കിൽ പുതിയൊരു ഹോട്ടൽ, ന്യൂലി സ്റ്റാർട്ടഡ് ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിലെ ചെയർമാൻ അല്ലെങ്കിൽ ഹോട്ടലിലെ MD വന്നിട്ട്, അല്ലെങ്കിൽ ഹോട്ടലിലെ മുതലാളി വന്നിട്ട് നിങ്ങളോട് പറയണം, ഒരു കസ്റ്റമർ വരുമ്പോൾ എത്ര പൈസ റൂമിൻ്റെ റെൻറ്റ് മേടിക്കാം. ഇപ്പോൾ റൂമിൻ്റെ റെൻറ്റ് കസ്റ്റമറുടെ എത്ര മേടിക്കണം എന്ന് അറിയണമെങ്കിൽ ഒരു റൂമിന് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയണം. സർവീസ് സെക്ടറാണത്. ഒരു റൂമിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതിന് മേലെ അയാൾക്ക് എത്രയാണോ പ്രോഫിറ്റ് ആവശ്യമുള്ളത് ആ രീതിയിൽ വേണം നമ്മൾ റൂമിൻ്റെ റെൻറ്റ് ചാർജ് ചെയ്യാൻ. ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് ഇത്ര പൈസ, അങ്ങനെയല്ലേ പറയാം. ഇനി ഒരു ഹോട്ടലിൽ എല്ലാ ഒരേ ടൈപ്പ് റൂം ആയിരിക്കില്ല. ഡീലക്സ് റൂം ഉണ്ടാവാം, ലക്ഷറി റൂം ഉണ്ടാവാം, സ്റ്റാൻഡേർഡ് റൂം ഉണ്ടാവാം, സിംഗിൾ റൂം, ഡബിൾ റൂം, ട്രിപ്പിൾ റൂം, പല ടൈപ്പ് റൂം ഉണ്ടാവും. ഈ പല ടൈപ്പ് റൂം വരുമ്പോൾ ഓരോ റൂമിൻ്റെ റെൻ്റ് എത്ര മേടിക്കണം, ഇതൊക്കെ നമ്മുടെ ആവശ്യമുണ്ട്. ഒരു CMA കാരന് ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ സിനിമ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തു. ആ സിനിമ തിയേറ്ററിൽ പ്രീമിയം ക്ലാസ്, അല്ലെങ്കിൽ പ്ലാറ്റിനം ക്ലാസ്, സിൽവർ ക്ലാസ്, അല്ലേ, ഗോൾഡൻ ക്ലാസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓരോ കാറ്റഗറി വരുന്നുണ്ട്. ഇതെല്ലാ സീറ്റിലും ടിക്കറ്റ് റേറ്റ് സെയിം അല്ല. ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ആരാ? നമ്മളാണ്. കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് പുതിയൊരു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാണ്. അതിന് ടോൾ വരികയാണ്. ടോളില്ലേ. അപ്പോൾ ടോൾ കളക്ഷൻ എത്ര പൈസ വെച്ച് ടോൾ റേറ്റ്, നിങ്ങളാണ് ടോളിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ട് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഒരു കാർ അതിലെ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബസ് പോകുമ്പം, ഒരു ജീപ്പ് പോകുമ്പം, ഒരു ഹെവി വെഹിക്കിൾ പോകുമ്പം എത്ര വെച്ച് ടോൾ മേടിക്കണം, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ആരാ? കോസ്റ്റ് അക്കൗണ്ടൻ്റാണ്. കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം വളരെ ഏതൊരു ഫീൽഡിൽ നോക്കിയാലും പ്രൊഡക്റ്റും സർവീസും ഉള്ള ഏതൊരു ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സബ്ജക്റ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് പഠിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. എല്ലാ സ്ഥലത്തും നമുക്ക് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമുക്കത് കാണിച്ചു കൊടുക്കണം നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, അത് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി തന്നെ പഠിക്കുക, ക്ലാസ്സിൽ അതേപോലെ ഇരിക്കുക. നമുക്ക് ഒരുപാട് ടൈപ്സ് പ്രോബ്ലം ചെയ്യാം, ഒരുപാട് വെറൈറ്റി ടൈപ്പ് പ്രോബ്ലം ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇൻ്റർവ്യൂവിലൊക്കെ അടിച്ച് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ല കമ്പനിയിൽ ടോപ്പിലിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ വെച്ച് കാണാം. യെസ്, ഓൾ ദി ബെസ്റ്റ്, സീ യു സൂൺ.